സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപിഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആത്മസഞ്ചാരങ്ങൾ എന്നതാണ് നമ്മളുടെ വിഷയം. നമ്മൾ അതിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഒരു ഗുരുവിനെ തേടുന്ന ഒരാൾ എങ്ങനെ ഒരു മനുഷ്യനെ ഗുരുവായി കരുതണം. ഈശ്വരനെയാണ് തേടുന്നത്, അപ്പോൾ ഒരു മനുഷ്യനെ എങ്ങനെ ഗുരുവായിട്ട് അംഗീകരിക്കാൻ പറ്റും എന്നുള്ള ഒരബദ്ധ ചിന്ത സ്വയം ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുകയായിരുന്ന ഗിരീഷ് ചന്ദ്ര ഘോഷിന് പെട്ടെന്ന് തൻ്റെ ആ ചിന്ത തികച്ചും ഒരു ബുദ്ധിമോശമായിരുന്നു എന്ന് തിരിച്ചറിയത്തക്ക വിധത്തിൽ ഭഗവാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇനി കാണുന്നത്. നമ്മൾ ആ ഒരു ഭാഗം ആ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് കഴിഞ്ഞ തവണ നിർത്തിയത്. അപ്പോൾ എങ്ങനെയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അത് തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നൊരു വിഷയം. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഒരു ദിവസം തൻ്റെ നാടകശാലയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നേരത്തെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, ബൽറാം ബോസിൻ്റെ വീട്ടിൽ വെച്ച് ഇവർ തമ്മിൽ സംഭാഷണമുണ്ടായി. അപ്പോൾ ആ സംഭാഷണ മധ്യേ ഭഗവാൻ മറ്റൊരു നാടകം കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഗിരീഷ് ചന്ദ്ര ഘോഷ് അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന് ഏറ്റു. അങ്ങനെ ടിക്കറ്റിൻ്റെ തുക മേടിക്കണമെന്നുള്ളതൊക്കെ ഭഗവാൻ കരാറൊപ്പിച്ചു. ടിക്കറ്റ് 1 രൂപയാണ് അന്ന്. ഡ്രസ് സർക്കിൾ പോട്ടെ, ബോക്സ് ഓഫീസ് അല്ല ബോക്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റുള്ള ബോക്സാണ്. അവിടെ പ്രമുഖരായ ആളുകൾ മാത്രം ഇരിക്കുന്ന ഒരു വളരെ നാടകം കാണാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഭാഗം ആയിരിക്കാം. ബോക്സ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അവിടെ മതി. കാര്യം ബാൽക്കണിയിൽ ഇരുന്നാലും ധാരാളം ആളുകളുടെ ബഹളമായിരിക്കും. അത് കാണുമ്പോൾ ശ്രദ്ധ പോവും, അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റില്ല എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോക്സ് അറേഞ്ച് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ കരാർ ഒപ്പിച്ച് പോയതാണ്. അപ്പോൾ ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഒരു വലിയ പ്രശ്നം ഈ ഉടനീളം അദ്ദേഹം അത് ഏറ്റുപറയുന്നുണ്ട്. എത്രയൊക്കെ അങ്ങോട്ട് ചെന്നാലും ഉള്ളിലിരിക്കുന്ന അഹംഭാവം അങ്ങോട്ട് മാറുന്നില്ല പൂർണ്ണമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ അഹംഭാവം തലപൊക്കി വരും. താനൊരു വലിയ കലാകാരനാണെന്നും ബംഗാളിലെ ഏറ്റവും വലിയ പ്രശസ്തനായ നാടക സംവിധായകനും നാടക നിർമ്മാതാവും ഒക്കെ ആണെന്നും ഒക്കെ ഉള്ള ആ ഒരു വലിയ അഹംബോധം, അത് ഗിരീഷ് ചന്ദ്ര ഘോഷിൽ നിന്ന് ഒരിക്കലും പോകില്ല. ഭഗവാനെ ഇതിനു മുമ്പ് കണ്ടു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ ഒന്ന് മാറി വന്നു. അടുത്തൊരു സംഭവം വരുമ്പോൾ വീണ്ടും പഴയപടിയാവും. അതാണിപ്പോൾ നേരത്തെ പറഞ്ഞത്. ഒരു ഈശ്വരനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്, ഈശ്വരനെയാണ് എനിക്ക് കാണേണ്ടത്. പക്ഷേ അതിന് പകരം ഒരു മനുഷ്യനെ ഗുരുവായിട്ട് കിട്ടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കിട്ടിയിട്ട് എന്ത് കാര്യം എന്നുള്ള ചിന്തയൊക്കെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടന്ന ആളാണ്. പിന്നീട് ഭഗവാനുമായിട്ട് സംസാരിച്ചപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടി, പിന്നെയും പഴയ പോലെയായി. അപ്പോൾ നാടകം കാണാനായിട്ട് ശ്രീരാമകൃഷ്ണദേവനോട് വരാൻ പറഞ്ഞ് ബൽറാം ബോസിൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞതനുസരിച്ച് ശ്രീരാമകൃഷ്ണദേവൻ നാടകം കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ആ ചെല്ലുന്ന ദിവസത്തെക്കുറിച്ചാണ് ഇനിയുള്ള വിവരണം പറയുന്നത്. ഇപ്പോൾ സ്റ്റാർ തിയേറ്ററിൻ്റെ ഗ്രീൻ റൂമിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇങ്ങനെ നാടകത്തെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഗ്രീൻ റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് പുറമേ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, ശ്രീരാമകൃഷ്ണദേവൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ, അതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് യഥാർത്ഥത്തിൽ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ മുൻ ദിവസങ്ങളിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്
ഉടനെ വരേണ്ടതാണ് ഭഗവാന്റെ അടുത്തേക്ക്. പക്ഷെ അതല്ല സംഭവിച്ചത്. ഗിരീഷ് ചന്ദ്ര ഘോഷ് ആ ഇരുന്ന ഇരിപ്പ് തന്നെ അവിടെ ഇരുന്നിട്ട് ആ വന്ന ആളോട് പറഞ്ഞു അവിടെ ബോക്സിൽ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ ഗിരീഷ് ചന്ദ്ര ഘോഷ് പോയില്ല. അപ്പോൾ ഈ വന്ന ആൾക്ക് സംശയമായി, ഭഗവാനുമായിട്ട് ഇത്രയും വലിയ സഖ്യത്തിലിരിക്കുന്ന ആളാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ് ഭഗവാൻ വരുന്നത് എന്നൊക്കെ അറിയാം. പക്ഷേ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ അപ്പോഴത്തെ ആ ഒരു പെരുമാറ്റ രീതി കണ്ടപ്പോൾ എന്താ ഇങ്ങനെ എന്ന് ഒരു സംശയം വന്ന ആൾക്ക്. എന്തുകൊണ്ട് അയാൾ ചോദിച്ചു, അല്ല അങ്ങ് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് അങ്ങ് വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് അയാളോട് തിരിച്ചു ചോദിച്ചു, അദ്ദേഹം എന്നെക്കുറിച്ച് വല്ലതും അന്വേഷിച്ചോ? അതായത് എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ പോരെ ഞാൻ അങ്ങോട്ട് ചെല്ലാൻ, അതുകൊണ്ട് എന്നെക്കുറിച്ച് വല്ലതും അന്വേഷിക്കുകയുണ്ടായോ എന്ന് ചോദിച്ചു. നോക്കൂ, ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക തിയേറ്ററിലേക്ക് നാടകം കാണാനായിട്ട് ഭഗവാൻ വരികയാണ്. മുൻപ് പറഞ്ഞെല്ലാം ഏർപ്പാടാക്കിയതാണ്. എന്നിട്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഈ ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹം ഈ വന്ന സമയത്ത് എന്നെക്കുറിച്ച് അന്വേഷിക്കുകയല്ലോ ചെയ്തു. അപ്പോൾ അഹംബോധത്തിൻ്റെ ഒരു അങ്ങേ തലക്കലക്കാണ് പോകുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് വല്ലതും ചോദിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ ഇതെഴുതുമ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഈ സംഭവങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ എന്നിട്ട് അടിവരയിട്ട് എഴുതുകയാണ്, എൻ്റെ അഹംഭാവം അത്രമേൽ തലയ്ക്ക് പിടിച്ചത് കൊണ്ടാണ് ഞാൻ അപ്പോഴങ്ങനെ ചിന്തിച്ചത്. എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിന് പെട്ടെന്ന് ഒരു കുറ്റബോധം തോന്നി, ഇങ്ങനെ ചോദിച്ചുവല്ലോ എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് നേരെ തിയേറ്ററിൻ്റെ മുന്നിലേക്ക് ചെന്നു. എന്നിട്ട് ആ ചെല്ലുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ആ വാഹനത്തിൽ വന്ന് ആ തിയേറ്ററിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങുകയാണ്. ഇത് ദൂരെ നിന്ന് തിയേറ്ററിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് കാണുകയാണ്. എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഭഗവാൻ അവിടെ ഇറങ്ങി, ആ തിയേറ്ററിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ നിന്ന്. അപ്പോൾ ആ ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് പെട്ടെന്നെല്ലാം മറന്നുപോയി. ഈ നേരത്തെ ഉണ്ടായിരുന്ന അഹംബോധമൊക്കെ അങ്ങ് പോയി. എന്നിട്ട് സ്വയം ഗിരീഷ് ചന്ദ്ര ഘോഷ് വിചാരിക്കുകയാണ്, ഇദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് വരാതിരിക്കാൻ എനിക്കെങ്ങനെ തോന്നി എന്നാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അപ്പോൾ സ്വയം ചിന്തിക്കുകയാണ്. ഞാൻ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതല്ലേ എന്നൊക്കെ ആ ഒരു നിമിഷം അങ്ങ് ചിന്തിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാ ചിന്തകളും കൂടെ ഒന്നിച്ചു വരിക. അതാണ് വളരെ ആടി ഉലയുന്നൊരവസ്ഥയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ചിന്തകളൊക്കെ. എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് തീരുമാനിക്കുകയാണ്, ഞാൻ തന്നെ അദ്ദേഹത്തെ ബോക്സിൽ കൊണ്ടുപോയി ഇരുത്തും. നോക്കൂ, നേരത്തെ ആരോടെങ്കിലും പോയി അവിടെ കൊണ്ട് ഇരുത്തോളാൻ പറഞ്ഞ ആളാണ് ഇപ്പോൾ പറയുന്നത്, ഞാൻ തന്നെ അദ്ദേഹത്തെ ബോക്സിൽ കൊണ്ടുപോയി ഇരുത്തും. അതുകൊണ്ട് ആ ഏർപ്പാടാക്കിയ ആളുകളോടൊക്കെ മാറാൻ പറഞ്ഞിട്ട് ശ്രീരാമകൃഷ്ണദേവനെ സ്വീകരിച്ച് നേരെ ബോക്സിൽ കൊണ്ടുപോയി ആ ഇരിക്കേണ്ട പീഠത്തിൽ ആ കസേരയിൽ ശ്രീരാമകൃഷ്ണദേവനെ ഇരുത്തി വണങ്ങി വളരെ ഭവ്യതയോടുകൂടി നിന്നതിന് ശേഷം നോക്കൂ, അപ്പോഴേക്കും ഈ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഏർപ്പാടാക്കിയിട്ടാണ് ഈ ഉള്ളിലെ ഈ ചിന്തയൊക്കെ വന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോഴേക്കും അവിടുത്തെ സഹായികളിലുള്ള ഒരാൾ ബൊക്കെ, ഒരു പുഷ്പം എല്ലാം കൂടെ കെട്ടിയ ഒരു പുഷ്പത്തിൻ്റെ ഒരു ബൊക്കെ പോലത്തെ ഒന്ന് അതുകൊണ്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ കയ്യിലേക്ക് പതുക്കെ കൊടുത്തു. ഭഗവാന് നമ്മളങ്ങ് സ്വീകരിക്കാൻ നേരത്ത് ഭഗവാന് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പൂവിൻ്റെ ആ ഒരു കെട്ട് ഭഗവാന്റെ ഗിരീഷ് ചന്ദ്ര ഘോഷ് അത് വാങ്ങിയിട്ട് നേരെ ഭഗവാന്റെ മുന്നിലേക്ക് നീട്ടി, കൈകളിലേക്ക് നീട്ടി. അപ്പോൾ ഭഗവാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഇതെനിക്കെന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് വല്ലാതൊന്നായിപ്പോയി. കാരണം തൻ്റെ മനോഗതങ്ങളെല്ലാം ഭഗവാൻ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ ഭഗവാൻ അങ്ങനെ അതുകൊണ്ടാണോ ഇങ്ങനെ ചോദിച്ചതെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് അല്പം ഒന്ന് സന്ദേഹത്തോടു കൂടി നിൽക്കുകയാണ്. ഉടൻ ഭഗവാന്റെ അടുത്ത് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാണ് ഭഗവാൻ. ഈ പൂക്കളൊക്കെ ഈശ്വരനല്ലേ സമർപ്പിക്കേണ്ടത്, ഞാനിത് വെച്ച് എന്ത് ചെയ്യാനാണ് എന്നാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് ചോദിച്ചത്. നോക്കൂ, എത്ര ആ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്ന തരത്തിലാണ് ആ ഭഗവാന്റെ ആ പ്രതികരണം.
നോക്ക്, നിങ്ങൾ ഈ പൂക്കളൊക്കെ അർപ്പിക്കേണ്ടത് എവിടെയാണ്? നിങ്ങൾ ഈശ്വരൻ്റെ സമർപ്പണത്തിലല്ലേ അർപ്പിക്കേണ്ടത്. അത് എനിക്ക് തന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഈ പൂക്കൾ കൊണ്ട്? നമുക്ക് ഭഗവാൻ സ്വയം ഗിരീഷ് ചന്ദ്ര ഘോഷിനെ, ആ കുറ്റബോധത്തോടു കൂടി നിൽക്കുന്ന ഗിരീഷ് ചന്ദ്ര ഘോഷിന് കൂടുതൽ കൂടുതൽ ആ മനസ്സുറപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈശ്വരനാണ് നീ ഇത് കൊടുക്കേണ്ടത്, എനിക്കല്ല എന്നുള്ള രീതിയിൽ. ഇവിടെ അപ്പോൾ ഇത് കേട്ടതും ഗിരീഷ് ചന്ദ്ര ഘോഷിന് വല്ലാത്തൊരു മാനസിക ആഘാതം പോലെ തോന്നി എന്നാണ് പറയുന്നത്. കാര്യം താൻ ആ ഭഗവാൻ എന്നുള്ള പൂർണ്ണ രൂപത്തിലൊന്നും ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ മനസ്സിലേക്ക് അങ്ങ് വന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ നേരത്തെ അങ്ങനെ ഒരു പെരുമാറ്റമൊക്കെ ചെയ്തത്. കാരണം അതങ്ങോട്ട് മനസ്സുറപ്പായിട്ടില്ല ഗിരീഷ് ചന്ദ്ര ഘോഷിന്. അപ്പോൾ ആ നിൽപ്പ് കണ്ടപ്പോൾ ഭഗവാന് മനസ്സിലായി, ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയാണ് പോകുന്നതെന്നും ഭഗവാന് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് പിന്നെയും പറയുകയാണ്, നിൻ്റെ ഹൃദയത്തിൽ വക്രത ഉണ്ടല്ലേ എന്ന്. അതായത് നീ അല്പം കുരുട്ടുബുദ്ധിക്കാരനാണ് അല്ലേ എന്ന് ചോദിക്കും പോലെ, നിൻ്റെ ഹൃദയത്തിൽ വക്രതയുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഭഗവാനെ തൊഴുതിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അത് എന്നിൽ നിന്ന് ആ വക്രതയൊന്ന് ഒഴിവാക്കിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷും ബോധ്യപ്പെട്ടു, ഭഗവാൻ ഇതെല്ലാം തൻ്റെ മനോഗതികളെല്ലാം, ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ മനോഗതികളെല്ലാം ഭഗവാന് മനസ്സിലായി എന്നുള്ള ആ ഒരു ബോധ്യം ഗിരീഷ് ചന്ദ്ര ഘോഷിനുണ്ട്. അപ്പോൾ ഭഗവാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നീ വിശ്വസിക്കൂ എന്നാണ് പറഞ്ഞത്. ഇത് ഭഗവാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, ഈ വാക്ക് മാത്രം. ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് ഇത് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കേൾക്കാം. പല ഘട്ടങ്ങളിലും ഭഗവാൻ ഈ ഒരൊറ്റ വാക്കിലാണ് നിർത്തുന്നത്. ഗിരീഷ് ചന്ദ്ര ഘോഷുമായിട്ടുള്ള ആ സംഭാഷണം നിർത്തുന്നത് ഈ ഒറ്റ വാക്കിലാണ്, നീ വിശ്വസിക്കൂ. ആ ഒറ്റ പ്രയോഗത്തിലെല്ലാം ഉണ്ട്, എല്ലാം അടങ്ങിയിരിക്കുകയാണ് ആ ഒറ്റ വാക്കിൽ, നീ വിശ്വസിക്കൂ എന്നുള്ളത്. അങ്ങനെ നാടകമൊക്കെ കണ്ടു, ആ ദിവസം കടന്നുപോയി. മറ്റൊരു ദിവസം രാമചന്ദ്ര ദത്തയുടെ വീട്ടിലാണ് അത് ഭഗവാൻ വന്നത്. അപ്പോൾ അവിടെ വന്ന് ആ വീട്ടിൽ അന്ന് ഭഗവാനെ സ്വീകരിച്ച് അവിടെ ഇരുത്തി. അപ്പോൾ ഈ ഗിരീഷ് ചന്ദ്ര ഘോഷ് അവിടേക്കും ചെന്നു, രാമചന്ദ്ര ദത്തയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട് ആ സന്ദർഭത്തിൽ. അതായത് രാമചന്ദ്ര ദത്ത ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് പറഞ്ഞു ഭഗവാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗിരീഷ് ചന്ദ്ര ഘോഷും അവിടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ മറ്റൊരു ഭക്തൻ ചെന്ന് സാഷ്ടാംഗം ഭഗവാന്റെ കാലിൽ വീണ് ആ പാദധൂളി ശിരസിൽ അണിഞ്ഞുകൊണ്ട് തൊഴുത് നമസ്കരിച്ചു. ഇത് കണ്ടപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ മനസ്സ് പറയുകയാണ്, എനിക്കും അങ്ങനെ തന്നെ ചെയ്യാൻ തോന്നി. ആ ഭക്തൻ കാണിച്ച പോലെ എനിക്കും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ പാദധൂളി എൻ്റെ ശിരസിൽ അണിയാൻ തോന്നി. പക്ഷേ എങ്ങനെ എൻ്റെ ദുരഭിമാനം പിന്നെയും എന്നെ അതിൽ നിന്ന് മാറ്റി. എത്ര കഠിനമായിട്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അറിയുന്നു, എന്നിട്ടും അതിനെ ആ ഒരു ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നു. വീണ്ടും വീണ്ടും മനസ്സിൻ്റെ ഈ ഒരു പിടുത്തം ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പോലെ ആരും ഇത്രയും വ്യക്തമായി അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ വീണ്ടും അഹംഭാവം തലപൊക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ഒരു തോന്നലുണ്ടായി. എന്നാൽ പെട്ടെന്ന് എന്തു പറ്റി? ഭഗവാൻ പെട്ടെന്ന് നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. ഒടുവിൽ എൻ്റെ മുന്നിൽ വന്നിട്ട്, ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയാണ്, ഭഗവാൻ നൃത്തം ചെയ്തിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്നു. എന്നിട്ട് സംഭവിച്ചത് എന്താണ്? ആ പ്രാവശ്യം എൻ്റെ മുന്നിൽ വന്നിങ്ങനെ എന്നെ തന്നെ നോക്കി നിന്നപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ശരീരത്ത് നിന്ന് എന്തോ ആ ഒരു അഹംബോധത്തോടു കൂടി നിന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിങ്ങനെ ഒരു മഞ്ഞുരുകുന്ന പോലെ അങ്ങ്
തളർന്ന് 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 ശരീരം തന്നെ തളരുന്ന പോലെ ആയിപ്പോയി ആ നോട്ടത്തിന് മുന്നിൽ. ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയണം, ആ പ്രാവശ്യം ഞാൻ ആ കാലിൽ നമസ്കരിച്ചു വീണു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കണ്ണീരോടുകൂടി പറഞ്ഞു, അങ്ങെൻ്റെ വക്രത എങ്ങനെയെങ്കിലും എൻ്റെ വക്രതയൊന്ന് മാറ്റിത്തരാമോ എന്ന്. അപ്പോൾ ഭഗവാൻ വീണ്ടും പറഞ്ഞ വാക്ക്, ആ നേരത്തെ പറഞ്ഞ അതേ വാക്ക് ഭഗവാൻ അപ്പോൾ പറഞ്ഞു, വിശ്വസിക്കൂ. അപ്പോൾ ആ ഒരു വാക്കാണ് ഭഗവാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് വീണ്ടും ഭഗവാനോട് എൻ്റെ വക്രത മാറ്റിത്തരൂ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കണ്ണീരോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ മനോമോഹൻ മിത്ര അവിടെ നിൽപ്പുണ്ട്. ഭഗവാനുമായിട്ട് ആദ്യത്തെ വന്ന ഗൃഹസ്ഥ ആശ്രമികളിൽ ഒന്നാണ് രാമചന്ദ്രദത്തയും മനോമോഹൻ മിത്രയൊക്കെ, പിന്നെ സുരേന്ദ്രനും. അപ്പോൾ അതിൽ മനോമോഹൻ മിത്രയും അവിടെ ഉണ്ട്. അപ്പോൾ മനോമോഹൻ മിത്ര ഇത് കണ്ടപ്പോൾ പറഞ്ഞു, മതി മതി, അദ്ദേഹം ഉത്തരം നൽകി കഴിഞ്ഞില്ലേ, എന്തിനാണ് വീണ്ടും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ മനോമോഹൻ മിത്ര ഈ കാര്യം മനസ്സിലായി. ഭഗവാൻ ഇത് പറഞ്ഞു, വിശ്വസിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അത് മതി, ഇനി എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ചു. ഈ സമയം ദേഷ്യത്തോടെ മനോമോഹൻ മിത്രയുടെ നേർക്ക് പെട്ടെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഞെട്ടി തിരിഞ്ഞ് നോക്കി. അപ്പോൾ ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിനൊരു പ്രത്യേകതയുണ്ട്, വല്ലാത്ത അഹംബോധമുള്ളത് കൊണ്ടും പെട്ടെന്ന് ഹോട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് ദേഷ്യം വരികയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് പണ്ട് മുതലേ ഉണ്ട്. പ്രത്യേകിച്ച് ഈ വളരെ മദ്യപാന ശീലമുള്ള ആളായതുകൊണ്ട് നിയന്ത്രണമില്ലാത്ത പെരുമാറ്റത്തിനും എപ്പോഴും ഈ ഗിരീഷ് ചന്ദ്ര ഘോഷ് നിയന്ത്രണമില്ലാതെ പെരുമാറുന്ന ആളാണ്. അത്രയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ പെട്ടെന്ന് മനോമോഹൻ മിത്രയുടെ ഈ ശബ്ദം കേട്ടപ്പോൾ ദേഷ്യം വന്നിട്ട് മനോമോഹൻ മിത്രയുടെ നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് ആ നോട്ടത്തിൻ്റെ അർത്ഥം ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ പിന്നീട് എഴുതി അർത്ഥം, എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം ഇതായിരുന്നു, നിന്നെ ഞാൻ വെറുതെ വിടില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ള മട്ടിലുള്ള ഒരു വളരെ രൂക്ഷമായ ഒരു ഭാവത്തോടു കൂടി ഗിരീഷ് ചന്ദ്ര ഘോഷ് മനോമോഹൻ മിത്രയെ നോക്കി. പെട്ടെന്ന് തോന്നി, ശരിയാണ്, കാര്യം ഒരിക്കൽ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ലേ ഞാൻ വെറുതെ ഇങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. വിശ്വസിക്കൂ വിശ്വസിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണല്ലോ ഭഗവാൻ മനോമോഹൻ മിത്ര ഇത്രയും നോക്കൂ. പെട്ടെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഭാവം മാറി. അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ആ ദേഷ്യവും വഴക്കും കൊണ്ട് അവിടെ പ്രശ്നമായേനെ. പക്ഷെ ഇപ്പോഴായപ്പോഴേക്കും ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്നെ പറഞ്ഞു, അത് എൻ്റെ മനസ്സിന് മാറ്റം, എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് തോന്നി മനോമോഹൻ മിത്ര പറഞ്ഞ ശരിയല്ലേ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് പിന്നെ ആരോടും സംസാരിക്കാൻ നിന്നില്ല, ശ്രീരാമകൃഷ്ണദേവനെ കാലിൽ തൊട്ട് തൊഴുതിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് മടങ്ങി, ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് മടങ്ങി. അപ്പോൾ ഈ മനസ്സിൽ ഈ ചാഞ്ചല്യം ഇങ്ങനെ അവിടെ നടന്ന ആ സംഭവവും ഗിരീഷ് ചന്ദ്ര ഘോഷ് മനോമോഹൻ മിത്രയായിട്ട് നടന്ന ആ ഒരു രൂക്ഷമായ സംസാരവും അത് മനസ്സിലുണ്ടാക്കിയ ചാഞ്ചല്യവും എല്ലാം കൂടെ വന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നേരെ നാടക തിയേറ്ററിൻ്റെ ആ കേന്ദ്രത്തിലോ അതോ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീട്ടിലാണോ എന്നറിയില്ല, തിരിച്ചു വന്നിട്ട് അന്ന് രാത്രി കുറേ കൂട്ടുകാരെയൊക്കെ കൂട്ടി നല്ലോണം അങ്ങ് മദ്യപിച്ചു. അപ്പം അതങ്ങനെയാണല്ലോ, ഈ മദ്യപാനശീലമുള്ളവർക്ക് പെട്ടെന്ന് മാനസിക അവസ്ഥ തകരുമ്പോൾ പിന്നെ പോയി പെട്ടെന്ന് മദ്യപിക്കും. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് നല്ലോണം അങ്ങ് മദ്യപിച്ചിട്ട് അതുവരെ ഉണ്ടായിരുന്ന സാത്വിക ഭാവം എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. ഇനി ഞാൻ പഴയ ആളായിട്ടിരുന്നില്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ പഴയ പോലെ തന്നെ ആയാലേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ കൂട്ടുകാരൊത്ത് മദ്യപിച്ചതിന് ശേഷം നേരെ അടുത്ത് സാധാരണ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഈ അവിടുത്തെ ചില ഈ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുണ്ട്, അങ്ങനെയുള്ള സ്ത്രീകൾ താമസിക്കുന്ന വീടുണ്ട്, നേരെ വണ്ടിയെടുത്ത് അങ്ങോട്ട് പോട്ടെ, ഏതെങ്കിലും ഒരു ലൈംഗിക തൊഴിലാളിയുടെ വീട്ടിലേക്ക് പോട്ടെ എന്നും പറഞ്ഞ് കൂട്ടുകാരെയും കൂടെ കൂട്ടി വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ടും പോകും. അപ്പം മദ്യപാനമായി ഇതുമായി. അപ്പം അങ്ങ് ദേഷ്യം തീർക്കാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യാണ് ആ രാത്രി. പക്ഷേ വാഹനം എടുത്തുകൊണ്ട് അങ്ങനെ പുറപ്പെടാൻ പോയപ്പോഴേക്കും പെട്ടെന്ന് തോന്നി അത് വേണ്ട. നോക്ക്, ഭയങ്കരമായ മനഃശാഞ്ചല്യമാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ്.
നേരെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് പോട്ടെ, ദക്ഷിണേശ്വരത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞു വണ്ടി. അങ്ങനെ രാത്രി വളരെ വൈകി ഈ വണ്ടി നേരെ ദക്ഷിണേശ്വരത്ത് വരികയാണ്. അപ്പോഴേക്കും എല്ലാവരും അവിടെ ഉറക്കമായി. ഭഗവാൻ ഉറങ്ങിയിട്ടില്ല. ഭഗവാൻ സാധാരണ ഉറങ്ങാറില്ല, അത് അറിയാമല്ലോ. ഭഗവാൻ എല്ലാവരും ഉറങ്ങുമ്പോഴും ഭഗവാൻ ചിലപ്പോൾ ധ്യാനാവസ്ഥയിലായിരിക്കും. അത് നമ്മൾ വചനാമൃതം വായിക്കുമ്പോഴും ലീലാമൃതം വായിക്കുമ്പോഴൊക്കെ നമുക്ക് ബോധ്യപ്പെടും. ഭഗവാൻ ഉറങ്ങി എന്ന് പറയുന്ന ഭാഗം വളരെ കുറവാണ്. അങ്ങനെയൊന്നും പരാമർശിക്കപ്പെടുന്നേ ഇല്ല വ്യക്തമായിട്ട്. ഭഗവാൻ പല മറ്റ് നരേന്ദ്രാദികളും ഒക്കെ കിടക്കുമ്പോൾ അവർ പെട്ടെന്ന് കണ്ണ് തുറന്ന് അർദ്ധരാത്രിയിൽ എപ്പോഴും കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ഭഗവാൻ ആ മുറിയിലൊക്കെ നടക്കുന്നതായിരിക്കും. അപ്പം എന്ന് പറഞ്ഞ പോലെ ബാക്കി എല്ലാവരും ദക്ഷിണേശ്വരം പൂർണ്ണമായും മയക്കത്തിലാണ്, ഉറങ്ങിക്കിടക്കുകയാണ്. രാത്രി ഒരു ശബ്ദം പോലുമില്ല. ആ സമയത്താണ് ഗിരീഷ് ചന്ദ്രഘോഷിൻ്റെ വണ്ടി അവിടെ വരുന്നതും ഗിരീഷ് ചന്ദ്രഘോഷ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഭഗവാൻ മാത്രം ഉറങ്ങിയിട്ടില്ല. നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് ഭഗവാൻ ഗിരീഷ് ചന്ദ്രഘോഷിനെ കണ്ടതോടുകൂടി 2 കൈകളും നീട്ടി കെട്ടിപ്പിടിച്ചിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. നോക്കൂ, രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴാണെന്ന് ആലോചിക്കണം. എന്നിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ചെല്ലുന്നയാളെ സ്വന്തം ഗിരീഷ് ചന്ദ്രഘോഷ് വിചാരിക്കണം, നോക്കൂ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വല്ലാതെ മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ അസമയത്ത് ചെല്ലുന്ന ഒരാളെ, സ്വന്തം കുടുംബത്തിലാണ് ഇങ്ങനെ ഒരാൾ ചെല്ലുന്നതെങ്കിൽ എന്തായിരിക്കും അനുഭവം? സ്വന്തം കുടുംബത്തിൽ ഭാര്യയോ മക്കളോ ഒക്കെ ഉള്ള സ്വന്തം കുടുംബത്തിലേക്ക് ഈ അവസ്ഥയിൽ വരുന്ന ഒരാൾക്കുണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും? പക്ഷേ ഇവിടെ നോക്കൂ, ഇദ്ദേഹം എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെയും ഉൾക്കൊണ്ടുകൊണ്ട് എത്ര സ്നേഹസമ്പന്നനായിട്ടാണ് ഭഗവാൻ എന്നോട് പെരുമാറുന്നത് ഈ സമയത്ത്. എന്നിട്ട് ഗിരീഷ് ചന്ദ്രഘോഷ് അവിടെ വെച്ച് മനസ്സിൽ പെട്ടെന്നൊരു തീരുമാനം തോന്നുകയാണ് ഗിരീഷ് ചന്ദ്രഘോഷിന്. എൻ്റെ രക്ഷകർത്താവാണ് ഇദ്ദേഹം, ഭഗവാൻ എൻ്റെ രക്ഷകർത്താവാണ് എന്ന് അവിടെ വെച്ച് ഗിരീഷ് ചന്ദ്രഘോഷിന് തോന്നുകയാണ്. എന്നിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഗിരീഷ് ചന്ദ്രഘോഷ് ചിന്തിച്ചത് ഇങ്ങനെയാണ്. അതായത് ആശ്വാസത്തോടു കൂടിയാണ് പിന്നെ ചിന്തിക്കുന്നത്. ആ ടെൻഷൻ മുഴുവൻ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു. വളരെ ആശ്വാസകരമായിട്ടാണ് പിന്നീട് ചിന്തിക്കുക. ഇത്രയും ആത്മാർത്ഥമായി എന്നോട് സംസാരിക്കുകയും ഒരു തരത്തിലുള്ള ദേഷ്യവും എന്നിൽ കാണാതിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹം ആരാണ് യഥാർത്ഥത്തിൽ? ഇനി എനിക്കെൻ്റെ പാപങ്ങളെ അല്ലെങ്കിൽ ദോഷങ്ങളെ ഇനി ഭയമേയില്ല. ഇനി എനിക്ക് എന്തെല്ലാം ദോഷമുണ്ടോ, ഞാൻ എന്തെല്ലാം പാപം ചെയ്യുന്നുണ്ടോ, അതിനെ ഒന്നും ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ പോലും എനിക്കേതു സാഹചര്യത്തിലും മാപ്പ് തരാൻ തയ്യാറായ ഒരു ഗുരു എനിക്കുണ്ട്. ആ ഉറപ്പെനിക്കുണ്ട്. അദ്ദേഹത്തോട് എല്ലാം ഏറ്റുപറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. എല്ലാം എന്ത് പ്രശ്നവും അദ്ദേഹം എനിക്ക് നിവർത്തിച്ച് തരുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആ കാൽക്കൽ എനിക്കെപ്പോഴും അഭയമുണ്ടാവും. ഗിരീഷ് ചന്ദ്രഘോഷ് ആ വിശ്വസിക്കൂ എന്ന് ഭഗവാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ ആ അവസ്ഥയിലേക്കാണ് ഗിരീഷ് ചന്ദ്രഘോഷ് ഇപ്പോൾ ചെല്ലുന്നത്. ഈ കാൽക്കലാണ് ഇനി എൻ്റെ ഏത് തരത്തിൽ, ഇനിയിപ്പോൾ ഞാൻ ഏത് തരത്തിൽപ്പെട്ടവനായാൽ പോലും ഈ കാൽക്കൽ എനിക്ക് അഭയമുണ്ടെന്നുള്ള ആ ഒരു ധൈര്യം, അതാണ് ഗിരീഷ് ചന്ദ്രഘോഷിനെ പിന്നീട് വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മറ്റൊരവസരത്തിൽ ഇതേപോലെ ഗിരീഷ് ചന്ദ്രഘോഷ് വീണ്ടും ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. പിന്നെ ഒരവസരത്തിൽ വേറൊരു ദിവസം അപ്പോൾ ഭവനാഥനുമായിട്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭവനാഥനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗിരീഷ് ചന്ദ്രഘോഷ് അവിടെ ചെന്നിട്ട് ഭഗവാന്റെ കാൽക്കലേക്ക് നമസ്കരിച്ചുകൊണ്ട് ഈ നാമം ചൊല്ലി, ഈ ശ്ലോകം ചൊല്ലി: ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് പറഞ്ഞ് നോക്കി. ഇത് മുൻപൊരിക്കലും ഗിരീഷ് ചന്ദ്രഘോഷിന് അറിയാവുന്ന ഒരു വന്ദന ശ്ലോകമാണിത് ഗുരുവിനെക്കുറിച്ച്. അപ്പോഴാണ് ഗിരീഷ് ചന്ദ്രഘോഷിന്, ആ സമയത്താണ് ഗിരീഷ് ചന്ദ്രഘോഷ് പറഞ്ഞത്, അപ്പോൾ ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു ശിവനാണ്, ഗുരു പരബ്രഹ്മമാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തിനാണ് ഈ മനുഷ്യനെ തൊഴുന്നതെന്നായിരുന്നു അന്ന് ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ട് അന്ന് ഗിരീഷ് ചന്ദ്രഘോഷിന് സംശയമുണ്ടായത്. പക്ഷേ അതേ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ കാൽക്കൽ ഇപ്പോൾ ഗിരീഷ് ചന്ദ്രഘോഷ് ദണ്ഡനമസ്കാരം ചെയ്യുകയാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ
ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാനോട്, അപ്പോഴേക്കും ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നീ വന്നു എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് ഭഗവാൻ അപ്പോൾ പറഞ്ഞു. എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് ഏതായാലും നീ നന്നാവാൻ തീരുമാനിച്ചു, നീ നന്നാവുന്നു എന്നൊക്കെ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ വിചാരിച്ചു, എന്നാൽ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ഒന്ന് ഉപദേശിച്ച് കളയാം എന്ന് പറഞ്ഞ് ശ്രീരാമകൃഷ്ണദേവൻ ചില ഉപദേശങ്ങൾ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞു, എനിക്ക് ഈ ഉപദേശം ഒന്നും വേണ്ട. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എഴുതുന്ന നാടകങ്ങളിലെല്ലാം ഈ കഥാപാത്രങ്ങളെ കൊണ്ട് ഞാൻ ഇതേ വാചകം തന്നെയാണ് എഴുതിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. പേജ് കണക്കിനാണ് ഞാൻ ഈ വാചകം ഇതുപോലുള്ള ഉപദേശവാചകങ്ങൾ ഞാൻ പേജ് കണക്കിനാണ് ഈ സംഭാഷണങ്ങൾ എൻ്റെ നാടകങ്ങളിൽ ഇത്രയും കാലത്തെ നാടകങ്ങളിൽ എഴുതിയിരുന്നത്. അതുകൊണ്ട് ദയവായി എനിക്ക് ഉപദേശം തരണ്ട. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ തന്നെ നോക്കി. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് പിന്നെ തുടർന്ന് പറയാം, എനിക്ക് ഉപദേശം വേണ്ട, എനിക്കാവശ്യം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അതാ, എനിക്ക് ഉപദേശം വേണ്ട, ഈ ഉപദേശം ഒന്നും ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കി തരണം. ഇത് കേട്ടതും ശ്രീരാമകൃഷ്ണദേവൻ ഉറക്കെ ചിരിച്ചു. അപ്പോൾ മനസ്സിലായി, ഇനി ഇവൻ ശരിയായ പാതയിലെത്തി എന്ന് ശ്രീരാമകൃഷ്ണദേവന് മനസ്സിലായി. എന്നിട്ട് ഉറക്കെ ചിരിച്ചു. എന്നിട്ട് ചിരിച്ചിട്ട് രാമലാലിനോട് നോക്കൂ, ഇടയ്ക്കിടയ്ക്ക് ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെ ഒരു വിദ്യ ചെയ്യും. നമ്മളറിയാം, നമ്മുടെ മാസ്റ്റർ മഹാജയൻ വന്നപ്പോൾ രാമലാൽ, ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് രാമലാലിനെയാണ് പതുക്കെ വിളിക്കുക. അതാ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ പ്രത്യേകതരം മൂഡാണ് അത് കാണിക്കുന്നത്. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു, രാമലാലിനെ തന്നോട് രാമലാൽ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു ശ്ലോകം ചൊല്ലാൻ പറഞ്ഞു. രാമലാലിനോട് പറഞ്ഞൊരു ശ്ലോകം ചൊല്ലാൻ. അപ്പോൾ അതിൻ്റെ ഏകദേശം അർത്ഥം ഇങ്ങനെയായിരുന്നു അന്ന് രാമലാൽ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയായിരുന്നു എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇപ്പോൾ തൻ്റെ ലേഖനത്തിൽ കുറിക്കുകയാണ്. അതിങ്ങനെയാണ്, ഒരു ഗുഹയിൽ ഒറ്റയ്ക്ക് പോയി അടച്ചിരുന്ന് അവിടെ സമാധാനം കിട്ടുമോ എന്ന് ആഗ്രഹിച്ച് ഒരു സാധകൻ ഒറ്റയ്ക്ക് ഒരു ഗുഹയിൽ പോയി അടച്ച് ആ ഗുഹയ്ക്കകത്ത് അടച്ചിരുന്നു. എന്നിട്ട് സമാധാനം കിട്ടുമോ എന്ന്. എന്നിട്ട് അതിൻ്റെ അടുത്ത വരി, സമാധാനം വേണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ഗുഹയിൽ അടച്ചിരുന്നത് കൊണ്ടോ എവിടെയെങ്കിലും അലഞ്ഞത് കൊണ്ടോ ഒന്നും സമാധാനം കിട്ടില്ല. സമാധാനം വേണമെങ്കിൽ വിശ്വാസം വരണം. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ മുമ്പും ആവശ്യപ്പെട്ടിരുന്നത്, വിശ്വാസം വരണം. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ മുമ്പ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ആ ശ്ലോകം രാമലാലിനോട് ഒന്നുകൂടെ ചൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഈ ശ്ലോകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, വിശ്വാസം വരണം. പെട്ടെന്ന് ഗിരീഷിൻ്റെ തല താണങ്ങ് പോയി. എന്നിട്ട് കുനിഞ്ഞ് ആ കാലിലേക്ക് കെട്ടിപ്പിടിച്ചങ്ങ് വീണു. അതൊടുവിൽ സാഷ്ടാംഗ പ്രണാമമായി മാറി. തിരികെ വരാൻ നേരം, അവിടുന്ന് ആ സമയത്ത് തിരികെ വരാൻ നേരത്ത്, ആ മുറിയിൽ നിന്ന് തിരിച്ച് പോകാനായിട്ട് ഇറങ്ങാൻ നേരത്ത് ശ്രീരാമകൃഷ്ണദേവൻ വടക്ക് വശത്തെ ആ വരാന്ത വരെ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ അനുഗമിച്ചു. ഭഗവാൻ യാത്ര അയക്കാൻ കൂടെ വന്നു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ചോദിച്ചു, ഇപ്പോൾ എനിക്ക് അങ്ങയുടെ കൃപ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഞാൻ അങ്ങ് നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അവിടെയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ചോദിച്ചത്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ നിർത്തിക്കോട്ടെ, അങ്ങയുടെ കൃപ എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന്. അതായത് ഞാൻ എൻ്റെ നാടക പരിപാടിയൊക്കെ നിർത്തിക്കോട്ടെ എന്നാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ചോദിച്ചത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അത് പാടില്ല. നീ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് തുടർന്നുകൊണ്ടേയിരിക്കണം. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറാനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ നിനക്കില്ല. അതുകൊണ്ട് നീ അത് തുടർന്നുകൊണ്ടിരിക്കണം. എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, നിൻ്റെ ആത്മീയ ജീവിതത്തെ നാടക തിയേറ്റർ ഒരിക്കലും ബാധിക്കില്ല എന്ന കാര്യം ഞാൻ ഉറപ്പ് തരുന്നു. അതാണ് ഭഗവാന്റെ ഉറപ്പ്. ഭഗവാൻ നൽകുന്ന അനുഗ്രഹം അതാണ്. നീ നാടകം ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചാണല്ലോ നീ ഇത് പറഞ്ഞത്. നീ അത് പേടിക്കുകയേ വേണ്ട, നീ അത് തന്നെ തുടർന്നു. പക്ഷേ നിൻ്റെ ആധ്യാത്മിക ജീവിതത്തെ ഈ നാടകം ഒരു തരത്തിലും നാടക ജീവിതം ബാധിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു തരുന്നു എന്നാണ് ഭഗവാൻ അവിടെ വെച്ച് പറഞ്ഞത് ഗിരീഷ് ചന്ദ്ര ഘോഷിനോട്. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.
ഒരു പുതിയ ജന്മം കിട്ടിയ പോലെയായി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് മനസ്സിൽ പറഞ്ഞു. അപ്പോൾ മനസ്സിൽ തന്നെ പറഞ്ഞ കാര്യം ഇതാണ്: ഈശ്വരനുണ്ട് എന്നത് യഥാർത്ഥമാണ്. നോക്കൂ, എന്തൊരു ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആത്മസഞ്ചാരം തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു അവസ്ഥ? ഇപ്പോൾ പറയുന്നു ഈശ്വരനുണ്ട് എന്നത് യഥാർത്ഥമാണ്. ഇപ്പോൾ ഈശ്വരനെ എളുപ്പം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നു. അതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം. ഇതാണ് ഇവിടെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി എനിക്ക് ഭയമില്ല. അതാണ്, ഇനി എനിക്ക് ഭയമേയില്ല. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആത്മകഥങ്ങളാണ്. ഇനി എനിക്ക് ഭയമില്ല. ഏറ്റവും വലിയ ഭയം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയ ഭയം മരണഭയം. അതുപോലും ഇനി എനിക്കില്ല. മരണഭയം പോലുമില്ല. പിന്നീട് പലരോടും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് പിന്നീട് എഴുതിയപ്പോൾ അത് ആ ഭാഗം കൂടെ എഴുതുന്നുണ്ട്. അതായത് പിന്നീട് ഭഗവാൻ പലരോടായിട്ട് പറഞ്ഞെന്ന്, എനിക്ക് വലിയ വിശ്വാസമാണ് എന്ന്. നമുക്ക് വിശ്വസിക്കൂ എന്ന് പല ആവർത്തി പറഞ്ഞ് ആ വിശ്വാസം മനസ്സിൽ ഉറച്ചപ്പോൾ ഭഗവാൻ തന്നെ പലരോടും പറഞ്ഞു, ഗിരീഷ് ചന്ദ്ര ഘോഷിനിപ്പോൾ വലിയ വിശ്വാസമാണ് എന്ന്. ദക്ഷിണേശ്വരത്ത് നിന്ന് ശ്രീരാമകൃഷ്ണദേവൻ ചിലപ്പോൾ കൽക്കത്തയിലേക്ക് ചെല്ലാറുണ്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിനെ കാണാനായിട്ട്. അങ്ങനെ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ കാണാൻ ചെല്ലുമ്പോൾ കൈ നിറച്ച് മധുര പലഹാരങ്ങളുമായിട്ടാണ് പോവുക. എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിന് കൊടുക്കാൻ മധുര പലഹാരങ്ങളുമായിട്ടാണ് പോവുക. അതേപോലെ തന്നെ ശ്രീരാമകൃഷ്ണദേവനെ ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുകയാണ്, ശ്രീരാമകൃഷ്ണദേവനെ കാണുന്ന മാത്രയിൽ തന്നെ ഞാനൊരു കൊച്ചു കുട്ടിയായി മാറും. ഞാനൊരു വലിയ നാടകക്കാരനാണെന്നോ എല്ലാ ഭാവവും പോയിട്ട് ഞാനൊരു കൊച്ചു കുട്ടിയായിട്ട് മാറും. ഒരു ദിവസം അതെങ്ങനെയാണെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നത്, അതിനുള്ള ഒരു അനുഭവത്തെ ഗിരീഷ് ചന്ദ്ര ഘോഷ് പിന്നീട് പറയുന്നത്, ഒരു ദിവസം ഉച്ചയ്ക്കാണ് ഞാൻ ദക്ഷിണേശ്വരത്ത് ചെന്നത്. ദക്ഷിണേശ്വരത്ത് ചെല്ലുമ്പോൾ ഭഗവാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ എന്നെ കണ്ട വഴി കഴിഞ്ഞ് വരൂ ഇരിക്കൂ ഊണ് കഴിക്കാം എന്ന് വിളിച്ചു. ഊണ് കഴിക്കാനായിട്ട് ക്ഷണിച്ചു. അപ്പോൾ ഞാൻ ഭഗവാന്റെ അടുത്തിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ ഊട്ടട്ടെ എന്ന് ചോദിച്ചു. നിനക്ക് ഞാൻ ഊണ് വാരി തരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ചോദ്യം അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഉടൻ തന്നെ ഭക്ഷണം വരുത്തി. അദ്ദേഹം ഭക്ഷണം സ്വന്തം കൈകൊണ്ട് വാരി എൻ്റെ വായിൽ ഉരുളകളാക്കി എൻ്റെ വായിൽ വെച്ച് തന്നു. ഒരമ്മ എങ്ങനെയാണോ കുഞ്ഞിനെ ഊട്ടുന്നത് അതേപോലെ ഗിരീഷ് ചന്ദ്ര ഘോഷ് എൻ്റെ അമ്മയൊക്കെ നഷ്ടപ്പെട്ട ആ ഇതിൽ നിന്ന് അനാഥനെപ്പോലെ ജീവിച്ചു വന്ന ആ ഒരു ഘട്ടത്തിൽ നിന്നൊക്കെ ഉണ്ടായ ആ ഒരു വേദന ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് എന്നിൽ നിന്ന് മാഞ്ഞുപോയി. ഒരമ്മയുടെ മുഴുവൻ സ്നേഹവും ഭഗവാൻ എനിക്ക് ആ നിമിഷം പകർന്നു തരികയാണ്. ഞാൻ മുതിർന്ന ആളാണെന്ന ഭാവം പോലും ഞാൻ മറന്നു. അമ്മയുടെ മടിയിലെ ഒരു കൊച്ചു കുട്ടിയായിട്ട് ഞാൻ അവിടെ ഇരുന്നു. പിന്നീട് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ അതോ സ്വപ്നമാണോ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് പലപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയെങ്കിലും എൻ്റെ ആദ്യകാല ജീവിതത്തിലെ കുഴപ്പങ്ങൾ പൂർണ്ണമായും എന്നെ വിട്ടുപോയിരുന്നില്ല. അതാണ് സംഗതി. ഇത്രയൊക്കെ വലിയ വിശ്വാസത്തിലും കാര്യത്തിലും സ്നേഹത്തിലും ലാളനയിലും ഒക്കെ മുന്നോട്ട് പോയെങ്കിലും ഈ ആദ്യകാല, അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട് ഈ തെങ്ങിൻ്റെ ഉദാഹരണം. അതിൻ്റെ മടലിൻ്റെ ആദ്യത്തെ വടു ആ തെങ്ങിൻ്റെ അവസാന കാലം വരെ ആ വടു അവിടെ നിലനിൽക്കും. കാര്യം ആ ഇത് വാസനകളെല്ലാം പൂർണ്ണമായും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാൻ സാധ്യതയില്ല, അങ്ങനെ പോവില്ല. അതിൻ്റെ പാടുകളും അതിൻ്റെ ഓർമ്മകളും ഒക്കെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എപ്പോഴും, നമ്മുടെ ഉപബോധ മനസ്സിൽ എപ്പോഴും അത് കാണും. പക്ഷേ ഈശ്വരനോടുള്ള പ്രേമമാണ് അതിനെ അടക്കി നിർത്താൻ നമ്മളെ സഹായിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു ബോധം ഉള്ളതുകൊണ്ട് അത് പിന്നീട് ഉണർന്നു വരുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അത് മനുഷ്യ സഹജമാണ്, അത് ഉണർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈശ്വരനോടുള്ള പ്രേമം ഉള്ളപ്പോൾ നമ്മളത് അറിയാതെ ഉണർന്നു വരാതെ നമുക്കത് അടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മോഹം ഉണ്ടാകുന്നതിൽ തെറ്റില്ല എന്ന് ഭഗവാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് സമാധാനിക്കുന്നുണ്ട്. അപ്പോൾ എങ്കിലും ഗിരീഷ് ചന്ദ്ര അങ്ങനെ ആ പഴയകാല ജീവിതത്തിൻ്റെ കുഴപ്പങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നു. അപ്പോൾ ഒരു ദിവസം കൽക്കത്തയിൽ ഒരു പൊതുസ്ഥലത്ത് ശ്രീരാമകൃഷ്ണദേവൻ വന്ന സമയത്താണ്. അപ്പോൾ ഈ മദ്യപാനശീലം ഈ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്കൊന്നും അത് ഉണ്ട്. ഗിരീഷ് ചന്ദ്ര ഘോഷിന് മദ്യപാനശീലം അങ്ങനെ പൂർണ്ണമായി ഒഴിയുന്നില്ലല്ലോ. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റിയ ആളല്ല. അതല്ല പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് ഒസ്യത്ത് ഞാൻ മാറ്റാം എന്ന് പറയുന്നത് ഒക്കെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പോൾ ഈ മദ്യപാനശീലം അങ്ങനെ പൂർണ്ണമായിട്ട് പോയില്ല. അപ്പോൾ ഒരു ദിവസം ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ചെന്ന സമയത്ത് അല്പം മദ്യപിച്ച സമയത്താണ് ചെന്നത്. ഈ
ഗിരീഷ് ഘോഷ് മദ്യപിച്ചിരുന്ന സമയത്താണ് ചെന്നത്. കണ്ട വഴി എന്തോ പറഞ്ഞ് സംഗതി പിശകി ശ്രീരാമകൃഷ്ണദേവനെ അങ്ങോട്ട് ചീത്ത പറയാൻ തുടങ്ങി. ഗിരീഷ് ഘോഷ് ശ്രീരാമകൃഷ്ണദേവനെ അങ്ങോട്ട് ചീത്ത പറയാൻ തുടങ്ങി. വായി വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാരെന്ത് ചെയ്തു? ഗിരീഷ് ഘോഷിനെ പിടിച്ച് തല്ലാനായിട്ട് അങ്ങോട്ട് അടുത്തേക്കുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവരെ തടഞ്ഞു. അരുതെന്ന് പറഞ്ഞ് തടഞ്ഞു. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ഒന്നും മിണ്ടാതെ നേരെ ദക്ഷിണേശ്വരത്തേക്ക് മടങ്ങിപ്പോയി. നോക്ക്, ആലോചിച്ച് നോക്ക്, കൈ നിറയെ പലഹാരങ്ങളും മധുരപലഹാരങ്ങളും ഒക്കെ ആയിട്ടൊരു അമ്മയെപ്പോലെ വരുന്ന ശീലമുള്ള ഭഗവാനാണ്. ഒരു സന്ദർഭത്തിൽ പറ്റിയത് ഇതാണ്. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ആ വന്ന പോലെ തന്നെ തിരിച്ച് ഭഗവാൻ ദക്ഷിണേശ്വരത്തേക്ക് മടങ്ങി. അത് കഴിഞ്ഞിട്ട് രാമചന്ദ്രദത്ത പറഞ്ഞാണ് ഗിരീഷ് ഘോഷ് പിന്നീടുള്ള കാര്യങ്ങൾ അറിയുന്നത്. ഈ ഭഗവാൻ മടങ്ങിപ്പോയതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് രാമചന്ദ്രദത്തയാണ് പിന്നീട് ഗിരീഷ് ഘോഷിനോട് പറഞ്ഞത്. അപ്പോൾ രാമചന്ദ്ര പറഞ്ഞത് ഇക്കാര്യം, ഞാനുമായുള്ള എല്ലാ ബന്ധവും ഭഗവാൻ വിച്ഛേദിച്ചു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പിന്നീട് രാമചന്ദ്രദത്തയെ ദക്ഷിണേശ്വരത്ത് വച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ഇനി ഗിരീഷുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല, എല്ലാം വിച്ഛേദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ രാമചന്ദ്രദത്ത അപ്പം കൂടെ നിന്ന, അപ്പോൾ അവിടെ കൂടെ ദക്ഷിണേശ്വരത്ത് കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളുണ്ട്. ആ ആളുകൾ ഗിരീഷ് ഭഗവാനോട് പറഞ്ഞു, അത് വളരെ ശരിയാണ്, ആ തീരെ മോശം ആളാണ് ഗിരീഷ് ഘോഷ്, അയാളോട് അടുക്കാൻ കൊള്ളൂല, ഭഗവാന് പോലും മോശം. നോക്ക്, ഭഗവാൻ എന്തെല്ലാമാണ് അവിടെ ചെന്നപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഒരാളെ നമ്മൾ ഇനി കൂടുതൽ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല അവരൊക്കെ വലിയ നാടകക്കാരും വലിയ പണ്ഡിതന്മാരും ഒക്കെ ആയിരിക്കാം, അവരുടെ സ്റ്റാറ്റസൊന്നും നമുക്കില്ലായിരിക്കാം. അതുകൊണ്ട് ഭഗവാൻ ഇനി അങ്ങോട്ട് പോകരുത്, ഇനി ഗിരീഷ് ഘോഷുമായിട്ട് യാതൊരു തരത്തിലും ബന്ധം ഉണ്ടാക്കരുത് എന്നും പറഞ്ഞ് അങ്ങ് എരിവൂട്ടുകൾ കൂടെ നിൽക്കുന്നവർ. ഇത് രാമചന്ദ്രദത്തയ്ക്ക് വലിയ സങ്കടമായി. രാമചന്ദ്രദത്തയ്ക്ക് ഗിരീഷ് ഘോഷിനെ നന്നായിട്ട് അറിയാം, അത് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാം. ആ മനസ്സിൻ്റെ നൈർമല്യത്തെയും ആ മനസ്സിൻ്റെ അഗാധതലത്തിൽ എത്രയാണ് ഭഗവാനുള്ള പ്രേമമെന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് രാമചന്ദ്രദത്ത. അപ്പോൾ രാമചന്ദ്രദത്ത തന്നെ അപ്പോൾ രാമചന്ദ്രദത്ത ഈ സന്ദർഭത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല. ഭഗവാൻ എല്ലാ ബന്ധവും വിച്ഛേദിച്ചു എന്നും പറഞ്ഞ് അങ്ങനെ വളരെ പിണങ്ങി ഇരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ എന്തു പറഞ്ഞാണ് ഇനി ഭഗവാനെ ഒന്ന് മയപ്പെടുത്തുക, എങ്ങനെയാണ് ഗിരീഷ് ഘോഷിനോടുള്ള ഈ മനസ്സിലെ ആ ഒരു ഇഷ്ടക്കുറവ് എങ്ങനെ നികത്തുമെന്നൊക്കെ ആലോചിച്ച് രാമചന്ദ്രദത്ത വല്ലാതെ വിഷമിച്ചു. എന്നിട്ട് രാമചന്ദ്രദത്ത ഭഗവാന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞത്, അങ്ങ് ഗിരീഷിനോട് അങ്ങനെ ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ ഇങ്ങനെ രാമചന്ദ്രദത്തെ വളരെ രൂക്ഷമായിട്ടിങ്ങനെ നോക്കി. അപ്പോൾ രാമചന്ദ്രദത്ത അടുത്ത വാചകം അതാണ്, അത് കൃത്യമായി ഭഗവാന്റെ മനസ്സിനെ കീഴടക്കുന്നവൻ. സാക്ഷാൽ മഹാവിഷ്ണുവാണ് മുമ്പിലിരിക്കുന്നതെന്ന് രാമചന്ദ്രദത്തയ്ക്ക് അറിയാം. ഭഗവാനാണ് മുന്നിലിരിക്കുന്നത്, മഹാവിഷ്ണുവാണ് മുന്നിലിരിക്കുന്നത് എന്ന് രാമചന്ദ്രദത്തയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് രാമചന്ദ്രദത്ത പറഞ്ഞത്, പഴയ കാര്യം അങ്ങ് ഓർക്കുന്നില്ലേ, കാളിയൻ എന്താണ് പറഞ്ഞത്? കാളിന്തി നദിയിൽ കാളിയമർദ്ദനം നടത്തിയപ്പോൾ എന്നിട്ട് ശ്രീകൃഷ്ണനോട് കാളിയനോട് പറഞ്ഞില്ല, നീ ഇവിടം വിട്ട് പൊക്കോ, വൃന്ദാവനം വിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് കാളിയമർദ്ദനം നടത്തിയപ്പോൾ കാളിയൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞത് എന്താണ്? അങ്ങല്ലേ എന്നുള്ളിൽ ഈ വിഷം നിറച്ചത്, പിന്നെ എങ്ങനെ എന്നിൽ നിന്ന് അമൃത് പുറത്തു വരും എന്ന അന്ന് കാളിയൻ പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. നമുക്ക് എത്ര മനോഹരമാണ് ആ ഒരു ഭാവനയൊന്ന് ആലോചിച്ചു. എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ ഇത് കേട്ടതും. തീർച്ചയായിട്ടും ആ വൃന്ദാവനത്തിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ മനസ്സും ശരീരവും എല്ലാം ആ വൃന്ദാവനത്തിൽ ഒരു നിമിഷം പോയി കാണാൻ സാധ്യതയുണ്ട്. എത്ര കൃത്യമായിട്ടാണ് രാമചന്ദ്രദത്ത അത് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഭഗവാൻ എല്ലാം മറന്ന് ചാടി എണീറ്റ് എനിക്കിപ്പോൾ ഗിരീഷ് ഘോഷിനെ കാണണം എന്ന് പറഞ്ഞു. നമുക്ക് എത്ര പെട്ടെന്നായിരുന്നു അത്. എന്നിട്ട് മറ്റുള്ളവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ഉടനെ ചാടി പുറത്തിറങ്ങി ഒരു വണ്ടി വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്നായിരുന്നു. എന്നിട്ട് വണ്ടിയിൽ കയറി നേരെ എത്രയും പെട്ടെന്ന് വളരെ സ്പീഡിൽ നേരെ കൽക്കട്ടയിലേക്ക് പോയി. എനിക്കിപ്പോൾ ഗിരീഷിനെ കാണണം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അങ്ങനെ ഗിരീഷിൻ്റെ വീട്ടിലേക്ക് ഭഗവാൻ വളരെ വേഗത്തിലാണ് ചെന്ന് കയറുന്നത്. വീട്ടിൽ ചെന്ന് ഗിരീഷ് ഘോഷിനെ നേരെ മുന്നിൽ കാണുകയാണ്. ഗിരീഷ് ഘോഷ് വളരെ നമ്മുടെ ശിരസ്കനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്.
സങ്കടത്തോടു കൂടി, ഒരിക്കലും ഇനി ഭഗവാനെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പിലും ആ കുറ്റബോധത്തോടു കൂടി ഭഗവാൻ ഓടിച്ചെന്ന് ആ കയറി ചെന്നയുടൻ തന്നെ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത്. എനിക്ക് എന്തിനിങ്ങനെയൊക്കെ തോന്നുന്നു എന്ന് ഞാൻ ആകെ എത്രയോ ദുഃഖിച്ചു. ഗിരീഷ് ചന്ദ്ര ഘോഷ് മനസ്സിൽ ആ കുറ്റബോധത്തോടു കൂടി ഓർത്തതാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ, ഇങ്ങനെ ഒരു ശാപം പിടിച്ച തോന്നലുകൾ, ഈ മദ്യപാനശീലം കൊണ്ട് ശാപം പിടിച്ച ഇത്തരം തോന്നലുകൾ ഭഗവാന്റെ മുമ്പിൽ എനിക്ക് എങ്ങനെയാണ് തോന്നിയത് എന്ന് എൻ്റെ മനസ്സിങ്ങനെ അങ്ങ് വിങ്ങി പൊട്ടിക്കൊണ്ട് കരയുകയായിരുന്നു ഭഗവാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഗിരീഷേ നീ ഭയപ്പെടണ്ട, നിന്നിൽ മാറ്റം കണ്ട് ഈ ലോകത്തുള്ളവരെല്ലാം അത്ഭുതപ്പെടും. അതായത് കുറച്ചു മുമ്പ് നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞ ഈ വലിയൊരു ലോകമുണ്ട്, അവരെല്ലാം ഇനി അത്ഭുതത്തോടു കൂടി നിന്നിലുള്ള മാറ്റം കണ്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഉണ്ടാകുന്ന ആ മാറ്റം കണ്ടിട്ട് ഈ ലോകം അത്ഭുതപ്പെടും. തീർച്ചയായിട്ടും ഭഗവാൻ അന്ന് പറഞ്ഞ ആ വാക്കാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ ഈ നിമിഷവും നമ്മളെപ്പോലുള്ളവർ ഒന്നിച്ചിരുന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആ ഭക്തി പ്രഭാവത്തെ ഓർക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞ ആ വാക്കാണത്. ലോകം അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാണ് ഇങ്ങനെയൊരു മനുഷ്യൻ ഇത്രയും മാറിയത്, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിയത്. ഗൃഹസ്ഥാശ്രമികളിൽ ഒരേ ഒരു സന്യാസത്തിന് അർഹനായി ഭഗവാന്റെ ആ അർഹത നേടിയ, ആ കാവ്യവസ്ത്രം ലഭിക്കാനുള്ള അർഹത നേടിയ ഗൃഹസ്ഥാശ്രമി ആയി മാറിയ ആ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ലോകം എങ്ങനെ ഇനി കാണുമെന്നുള്ളതായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം. ഏറ്റവും മനോഹരമായ ആ നിമിഷത്തിൽ നിന്നുകൊണ്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് തൻ്റെ ആ പഴയ ഓർമ്മകൾ 20 വർഷത്തിന് ശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞത്, പിന്നീട് ആ എഴുതി അവസാനിപ്പിച്ചപ്പോൾ പിന്നെ പറഞ്ഞതാണ്, ആ അവസാനം എഴുതിയ ഭാഗങ്ങളെല്ലാം കണ്ണീരിൽ കുതിർന്ന് കലങ്ങിപ്പോയി എന്നാണ്. ആ കടലാസ് മുഴുവൻ കണ്ണീരിൽ കുതിർന്ന് കലങ്ങിപ്പോയി. ഉള്ളിൽ ആ ഭഗവാനോടുള്ള ആ ഭക്തിയുടെ തേങ്ങൽ കൊണ്ട് ആ കടലാസിൽ ആ മഷി മുഴുവനും കലങ്ങിപ്പോയി. അങ്ങനെയാണ് ആ ഓർമ്മക്കുറിപ്പ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അവസാനിപ്പിക്കുന്നത്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ നമസ്തേ. ഒരു കാര്യം കൂടി പറഞ്ഞില്ലേ ഗിരീഷ്? എന്താണ്? അന്ന് ശ്രീരാമകൃഷ്ണദേവൻ വന്നില്ലായിരുന്നു എങ്കിൽ, അതെ അതെ അല്ലേ, ആ പിന്നെ പിതാവില്ലായിരുന്നു. അതെ 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 അങ്ങനെ അതും അങ്ങനെ ഒരു ഭാഗം കൂടെ ഉണ്ട്, അതിനകത്ത് വരുന്നുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും ആ വരവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ഓർക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷെ ഭഗവാൻ അറിയാം, അതാണ്. ഞാനത് ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഭഗവാൻ എങ്ങനെ പിണങ്ങാൻ പറ്റും, അത് എന്തോ ഒരു ഒരു ചേരായ്മ അവിടെ തോന്നി. കാരണം ഭഗവാൻ ഒരിക്കലും പിണങ്ങുമില്ലല്ലോ, ഗിരീഷ് ചന്ദ്ര ഘോഷിനെ അറിയാവുന്നതല്ലേ ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഇനി അവൻ്റെ ആ ആളോട് ഒരു ബന്ധമില്ല എന്നൊക്കെ അങ്ങനെ ഒന്നും ചിന്തിക്കില്ലല്ലോ. അത് ഭഗവത് ലീലയാണത്, അത് ലീലയാണ്. അല്ലാതെ ഭഗവാൻ അറിയാമല്ലോ ഗിരീഷ് ചന്ദ്ര ഘോഷ് ആരാണെന്ന്. പക്ഷെ അത് ആ ചുറ്റും നിന്നവർക്ക് ഒരു വലിയ പാഠമാണത്. അതിനേക്കാൾ എനിക്ക് രസമായത് രാമചന്ദ്രദത്തയുടെ ഉദാഹരണമാണ്, കാളിയൻ്റെ ഉദാഹരണം. അത് ഭഗവാനോട് തന്നെ പറയുകയാണ്. അതാണ് ശ്രീരാമകൃഷ്ണദേവനോടാണ് പറയുന്നത് ആ കഥ. കാളിയന് വിഷം നൽകിയത്, അല്ല കാളിയൻ പറയുന്നത് എനിക്ക് വിഷം നൽകിയത്. ഇത് ശ്രീരാമൻ അവതാരകാലത്ത് ബാലിയും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്ത് വിഷമം വന്നാലും രാമ എന്ന് വിളിക്കുന്ന എന്നെ അങ്ങയുടെ അസ്ത്രം തന്നെ ഇത് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ആരെ വിളിക്കും എന്ന് ചോദിച്ച പോലെ ഇത് ഭഗവാൻ നേരിടുന്ന ഒരുപാട്, ഭഗവാൻ നമുക്ക് വേണ്ടിയാണ് ഈ രംഗങ്ങൾ സൃഷ്ടിച്ചു തരുന്നത് പലപ്പോഴും. അതെ 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 അതൊരു തവളയിൽ പോലും, ശ്രീരാമൻ്റെ വില്ലിൻ്റെ അടിയിൽ ഞെരുങ്ങിപ്പോയ തവള പോലും നീ എന്തുകൊണ്ട് എന്നോട് അത് വിളിച്ചില്ലെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ വിളിക്കുന്നു, തവള പറഞ്ഞതും കൂടെ ഉണ്ട്.
അത് ഇതെല്ലാം ഭഗവാൻ എങ്ങനെയാണ് ഭഗവാൻ ഭക്തന്മാരോടുള്ള കാരുണ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന കുറേ ദൃശ്യങ്ങളാണിത്. അല്ല ഭഗവാൻ ഇതറിയാഞ്ഞിട്ടല്ലല്ലോ. നാമം ജപിക്കാം. നമസ്തേ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമസ്കാരം. സ്ഥാപക